കുരങ്ങ് പരിണമിച്ചാണോ മനുഷ്യനുണ്ടായത്? എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള കുരങ്ങുകൾ പരിണമിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള മനുഷ്യർ പരിണമിച്ച് പുതിയ ജീവിയാവാത്തത്? ഇത് എല്ലാ മതവിശ്വാസികളും പൊതുവെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ പറയാം, നിങ്ങൾ പരിണാമ സിദ്ധാന്തത്തെ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കുരങ്ങ് പരിണമിച്ചല്ല മനുഷ്യനുണ്ടായത്. കുരങ്ങിനും മനുഷ്യനും ഒരു പൊതു പൂർവികനുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. കുരങ്ങ് അതായത് മങ്കിയേക്കാൾ കൂടുതൽ ബന്ധം മനുഷ്യനുള്ളത് ഒറാങ്ങുട്ടാൻ, ചിമ്പാൻസി, ഗൊറില്ല പോലുള്ള ഏപ്സ് അതായത് ആൾ കുരങ്ങുകളുമായിട്ടാണ്. പക്ഷെ കുരങ്ങുകളും നമ്മുടെ അകന്ന ബന്ധുവായി തന്നെ വരും. ചെന്നായ, കുറുക്കൻ, നായ എല്ലാം തന്നെ ഒരു കുടുംബത്തിലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ മനുഷ്യനെ മാത്രം ദൈവം സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കണം. ഒരൊറ്റ അമ്മയ്ക്കുണ്ടായ മക്കളാണ് മനുഷ്യനും കുരങ്ങുകളും ആൾക്കുരങ്ങുകളും എല്ലാം അടങ്ങുന്ന തലമുറകൾ. പരിണാമം നടക്കുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാണാനും സാധിക്കില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു, അടുത്ത ദിവസം മറ്റൊരു ഫോട്ടോ